ജ്യോതിഷ മേഖലയിൽ വളരെയധികം ഉപയോഗിക്കപ്പെടുന്ന മറ്റൊരു രത്നമാണ് മരതകം. വിദ്യ, ബുദ്ധി എന്നിവയുടെയൊക്കെ അധിപനാണ് ബുധൻ. ബുധൻ്റെ രത്നം ധരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിപരമായ ഗുണങ്ങളുണ്ടാകും. ജാതകത്തിലെ മിക്ക ജാതകങ്ങളിലും ബുധൻ ഏതെങ്കിലും തരത്തിലുള്ളൊരു വൈഷമ്യം കാണും. പൊതുവേ ബുധനുണ്ടാകുന്ന കുഴപ്പം മൗഢ്യവും നീചത്വവുമാണ്. പിന്നെ പാവഗ്രഹങ്ങളുമായിട്ട് ചേർന്നാലും ബുധന് അതിൻ്റേതായിട്ടുള്ള തകരാറുകൾ വരും. ബുധന് വക്രം വന്നാൽ വക്രബുദ്ധി വരുമെന്ന് പറയപ്പെടുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ബുധനുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ ബുധൻ്റെ ദോഷം ജാതകത്തിൽ പരിഹരിക്കാനായിട്ട് മരതകം ധരിക്കാം. മരതകം പൊതുവിൽ എല്ലാവർക്കും ധരിക്കാമെന്നുള്ളൊരു അഭിപ്രായമുണ്ട്. ബുദ്ധിപരമായിട്ടും പഠിക്കുന്ന കാലത്തുമൊക്കെ പരീക്ഷ ജയിക്കാനും ഒക്കെ മരതകം ധരിച്ച് ഗുണമുണ്ടായിട്ടുള്ള ആൾക്കാരുണ്ട്. ആ വഴി നോക്കാവുന്നതാണ്. ബുധന് വലിയ ശത്രുതകളൊന്നും പൊതുവേ ഇല്ല. ബുധൻ മരതകം കൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നും ആർക്കും പൊതുവേ വന്നിട്ടുമില്ല. വളരെ അപൂർവം കേസുകളിൽ മാത്രമേ മരതകം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പം മരതകം ധരിക്കാൻ പറ്റുന്ന നക്ഷത്രങ്ങളെന്ന് പറയുന്നത് ആയില്യം, തൃക്കേട്ട, രേവതി. ഈ നക്ഷത്രങ്ങളെല്ലാം ബുധൻ്റെ നക്ഷത്രങ്ങളാണ്. ആ നക്ഷത്രക്കാർക്ക് ധരിക്കാം. പിന്നെ അതുപോലെ ഇടവ ലഗ്നം, മിഥുന ലഗ്നം, കന്നി ലഗ്നം, തുലാലഗ്നം, മകരലഗ്നം, കുംഭലഗ്നം. പിന്നീട് 11ാം ഭാവാധിപൻ്റെ രത്നം എന്നുള്ള രീതിയിൽ ചിങ്ങലഗ്നക്കാർക്കും മരതകം ധരിക്കാം. മരതകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രാങ്കിൾഡ് സ്വഭാവമുള്ളൊരു രത്നമാണ്. പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടിയ രത്നമാണ്. 7.5 അതിൻ്റെ ഹാർനെസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സൂക്ഷിച്ച് വേണം അത് കൈകാര്യം ചെയ്യാനായിട്ട്. മരതകം പലതരത്തിലുള്ള മരതക കല്ലുകൾ ലഭ്യമാണ്. അതിൽ പല രാജ്യങ്ങളുടെയും പേരിലൊക്കെ മരതകം അറിയപ്പെടാറുണ്ട്. ക്വാളിറ്റിയുള്ള മരതകം, തെളിച്ചമുള്ള മരതകം, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മരതകം, പച്ച കളറുള്ള മരതകം, ലൈറ്റ് പച്ചയും നീലയും കലർന്ന മരതകം, ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. നല്ല പച്ച കളർ കിട്ടിയാൽ വളരെ നല്ലത്. ലൈറ്റ് നീല കൂടെ കലർന്നാലും കുഴപ്പമില്ല. പിന്നെ അതുപോലെ കറുത്ത അടയാളങ്ങളൊന്നും മരതകത്തിൽ ആശാസ്യമല്ല. കറുത്ത അടയാളങ്ങളുള്ള മരതകമൊന്നും ധരിക്കാൻ പാടില്ലെന്നുള്ളതാണ്. അതുപോലെ സർഫസിൽ കൈകൊണ്ട് തൊട്ട് നോക്കിയാൽ പൊട്ടൽ അറിയാൻ പറ്റുന്ന രീതിയിലുള്ള പൊട്ടലുള്ള മരതകവും ധരിക്കാൻ പാടില്ല. മരതകം വിദ്യാഭ്യാസപരമായിട്ട് നിരന്തരമായി പരീക്ഷയെ പരാജയപ്പെടുന്നവർക്കൊക്കെ ധരിച്ചു കഴിഞ്ഞാൽ ഗുണമുണ്ടാവും. പക്ഷേ അത് മേൽ പറഞ്ഞ ലഗ്നങ്ങളായിരിക്കണം. മരതകം ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ലഗ്നം വൃശ്ചികമാണ്. വൃശ്ചികത്തിനും മേടത്തിനും തീരെ പറ്റിയിട്ടില്ല. നമ്മൾ പലവർക്കും കൊടുത്ത് ചില വിഷയങ്ങളുണ്ടായിട്ടുണ്ട് പഠിത്തത്തിൻ്റെ വിഷയത്തിൽ. മേടലഗ്നവും വൃശ്ചിക ലഗ്നവും ഒരു കാരണവശാലും മരതകം ധരിക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് കേസ് വഴക്കുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ചിലരുടെ കാര്യത്തിൽ. അതങ്ങനെ ആവശ്യപ്പെട്ട് ചെയ്ത് കൊടുക്കുകയും പിന്നീട് ചില വിഷമങ്ങളിൽ ചെന്ന് പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളീ പറഞ്ഞിട്ടുള്ള ഇടവം, മിഥുനം, ചിങ്ങം, കന്നി, തുലാം, മകരം, കുംഭം, ഈ 6, 1, 7 ലഗ്നക്കാർക്ക് ഈ മരതകം ധരിച്ചുകൊണ്ട് വലിയ ഗുണമുണ്ടാവും. അപ്പോൾ അവർ ഈ കോമ്പറ്റീറ്റീവ് എക്സാമിനൊക്കെ പലതവണ എഴുതി പരാജയപ്പെടുന്നവർക്കൊക്കെ അവസാന കൈ എന്നുള്ള നിലയിൽ മരതകം പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. മരതകത്തിന് പകരം ഉപയോഗിക്കുന്ന ഒരു രത്നമാണ് പെരിഡോട്ട്. അതേ റിസൾട്ടുകൾ തന്നെ ഉള്ളതാണ്. ഒരുപാട് വിലയും കുറവാണ്. മരതകത്തിൻ്റെ അത്രയും വിലയൊന്നുമില്ല. മരതകത്തിന് വളരെ വില കൂടിയ രത്നമാണ്. അവൈലബിലിറ്റി വളരെ കുറവുള്ളൊരു രത്നമാണ്. നല്ല ക്വാളിറ്റി കിട്ടാൻ വലിയ പാടാണ്. മരതകം ബുധനാഴ്ച രാവിലെ സൂര്യോദയം തൊട്ട് 1 മണിക്കൂറിനകത്ത് ധരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ ബുധൻ്റെ നക്ഷത്രമായിട്ടുള്ള ആയില്യം, തൃക്കേട്ട, രേവതി നക്ഷത്രങ്ങളിൽ ധരിക്കാം. പിന്നെ ഭാഗ്യ നമ്പർ 5 വരുന്നവർക്ക് ഇത് പൊതുവെ ധരിച്ചാൽ ഗുണം ചെയ്ത് കണ്ടിട്ടുണ്ട്. മരതകം ബുധനാഴ്ച രാവിലെ 6:45, 7:15 ധരിക്കുക. വെള്ളിയാണ് ഏറ്റവും നല്ല ലോഹമായിട്ട് കണക്കാക്കുന്നത്. സ്വർണ്ണത്തിലും ധരിക്കുക. മരതകം ധരിക്കാനുള്ള ഏറ്റവും നല്ല വിരലെന്ന് പറയുന്നത് ഒന്ന് ചെറുവിരലാണ്. ചെറുവിരലിലാണ് മരതകം ധരിക്കാനായിട്ട് പൊതുവെ പറയുന്നത്. പക്ഷേ അതൊരു പ്രാക്ടിക്കലി അതൊരു ഗുണം കാണാത്തതുകൊണ്ട് മിഡിൽ ഫിംഗറാണ്, 3ാമത്തെ വിരലാണ് നമുക്ക് ഗുണം ചെയ്തതായിട്ട് കണ്ടിട്ടുള്ളത്. മരതകം ലോക്കറ്റായിട്ടും ധരിക്കാം. മരതകം ധരിച്ചു കഴിഞ്ഞാൽ വിദ്യ, ബുദ്ധി മുതലായ വർദ്ധിക്കും. മത്സര പരീക്ഷകൾ വിജയിക്കാനായിട്ട് സഹായിക്കും. അതുപോലെ ഈ ചർച്ചകളിലും അത്തരം കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്നവർക്കൊക്കെ മരതകം വളരെയധികം നല്ലതാണ്. വലിയ ടെൻഷൻ പിടിച്ച കാര്യങ്ങൾ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും അങ്ങനെയൊക്കെയുള്ള ജോലികൾ ചെയ്യുന്നവർക്കൊക്കെ വളരെ നല്ല രത്നമാണ്. മാനസിക സംഘർഷങ്ങൾ നേരിടുന്നവർക്ക് അനുകൂലമായ ഫലം ചെയ്യുന്ന രത്നമാണ്. മാനസിക രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ന്യൂറോ സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ മരതകം അവർക്ക് ധരിക്കാൻ പറ്റുന്ന അന്തരീക്ഷം ഉണ്ടെങ്കിൽ ധരിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും.